നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഹൻസി ഫ്ലിക്ക് കാരണം 2 കോച്ചുമാരുടെ പണി പോയി. എത്രമാത്രം കമൻറ്റുകളാണെന്നറിയോ. ആ രൂപത്തിൽ ഈ എന്ന് പറഞ്ഞത് ആ ഇമോജികൾ കൂടി വായിച്ചതാണ്, അല്ലാതെ എൻ്റെ ശരിയല്ല. എത്രമാത്രം കമൻറ്റുകളാണെന്നറിയോ. ഒരാൾ ആഞ്ചലോട്ടിയാണത്രേ. ഹൻസി ഫ്ലിക്ക് പണി കളഞ്ഞ ഒരാൾ ആഞ്ചലോട്ടി. അത്രക്കൊക്കെ വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ആഞ്ചലോട്ടിയും ഫ്ലിക്കിനെയും ഒക്കെ കമ്പയർ ചെയ്യുന്ന ഫുട്ബോൾ ലോകത്തെ? ഇന്ന് ഒരു കോച്ചിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടങ്ങനെ നിൽപ്പാണ് ആഞ്ചലോട്ടി. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. പിന്നെ ആഞ്ചലോട്ടി അദ്ദേഹത്തിൻ്റെ ആ പരിശീലക സ്ഥാനം ഒഴിവാക്കി പോയത് ലോക ഫുട്ബോളിൽ തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇത്രയധികം നേട്ടങ്ങളുണ്ടാക്കിയ മറ്റൊരു രാജ്യവുമില്ല. 5 ലോകകപ്പൊക്കെ നേടിയ ഒരു രാജ്യത്തിൻ്റെ കോച്ചാവാനാണ്. അതുപോലെ മറ്റുള്ളവരെ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. പിന്നെ സാബി അലോൺസോ ഇപ്പോൾ പുറത്താകുമ്പോൾ അത് വാഴ്സയോട് തോറ്റത് കൊണ്ട് മാത്രമാണ് എന്നെന്തായാലും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഈ സീസൺ പൂർണ്ണമായിട്ട് നഷ്ടമായി എന്നും വിശ്വസിക്കുന്നുമില്ല. കുറേ കാലമായിട്ട് അവിടെ ഡ്രിഫ്റ്റ് ഉണ്ടായിരുന്നു, മാസങ്ങളായിട്ട് ഡ്രിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. ഏതായാലും ആ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. ഇനി നമ്മളിപ്പോൾ നോക്കുന്നത് ഈ നൂറ്റാണ്ടിൽ സിൻസ് 2000 റയൽ മാഡ്രിഡിൻ്റെ കോച്ചുമാരായി വന്നിട്ട് 50 മത്സരങ്ങൾ പോലും പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ കോച്ചുമാരുണ്ട്. സാബി അലോൺസോ ആദ്യത്തെ ആളല്ല, അദ്ദേഹം അവസാനത്തെ ആളുമാകില്ല. ഈ നൂറ്റാണ്ടിലെ റയലിൻ്റെ 50 മത്സരങ്ങൾ പൂർത്തിയാക്കാത്ത അവസാനത്തെ ആളുമാകില്ല. അപ്പോൾ ആരൊക്കെയാണ് ഈ 2000-ന് ശേഷം 50 മത്സരങ്ങൾ പൂർത്തിയാകാതെ കോച്ച് സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്നവർ? ഒന്ന്, ഏറ്റവും കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് ആ സ്ഥാനം പോയത് ഹോസെ ആൻ്റോണിയോ കമാച്ചോക്കാണ്. 6 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചത്. പിന്നെ മാരിയാനോ ഗാർഷ്യ റമോൺ 20 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ചത്. പിന്നെ വാണ്ടർലി ലെക്സംബർഗോ 45 മത്സരങ്ങളാണ് ബ്രസീലുകാരനായിട്ടുള്ള ലെക്സംബർഗോ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചത്. ഞങ്ങൾ ലെക്സംബർഗോ ഒക്കെ നല്ല ആളാണ്, ഞങ്ങൾ പക്ഷേ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്തേക്ക് ഇട്ടു എന്ന് റൊണാൾഡോ നസാരിയോ പിന്നീട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ യുവാൻ റാമോൻ ലോപ്പസ് കാഡോ, അദ്ദേഹം 33 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിരുന്നു. അതുപോലെ തന്നെ യുവാൻഡെ റാമോസ് 27 കളികൾ മാത്രമാണ് റയലിൻ്റെ കോച്ചായത്. മാനുവൽ പെല്ലഗ്രീനി 50-ന് തൊട്ടരികിലെത്തി. അദ്ദേഹം 48 മത്സരങ്ങളിലാണ് റയലിനെ പരിശീലിപ്പിച്ചത്. പിന്നെ റാഫേൽ ബെനീറ്റസ് പ്രഗത്ഭനായിട്ടുള്ള കോച്ചാണ്, അദ്ദേഹം പക്ഷേ 25 മത്സരങ്ങൾ മാത്രമാണ് റയലിൽ ലാസ്റ്റ് ചെയ്തത്. ഹുലൻ ലോപ്പത്തേഗി 14 കളികൾ മാത്രമേ റയലിനെ പരിശീലിപ്പിച്ചുള്ളൂ. അതൊരു വല്ലാത്ത കഥയാണ്. നിങ്ങൾക്കറിയാലോ, 2018 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് സ്പെയിനിൻ്റെ കോച്ചായിട്ട് റഷ്യയിലൊക്കെ എത്തിയിട്ട് അവിടെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അയാൾ റയൽ മാഡ്രിഡുമായിട്ട് കരാർ ഒപ്പിട്ടെന്നേ. സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഉടനെ ദേശീയ ടീമിൻ്റെ കോച്ച് സ്ഥാനത്ത് അങ്ങ് പുറത്താക്കി. അങ്ങനെ അയാൾ റയലിൻ്റെ കോച്ചാവുന്നു. അന്ന് ഫെർണാണ്ടോ ഹീറോയാണ് പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്പെയിനിൻ്റെ ബാക്കി കാര്യങ്ങൾ ആ വേൾഡ് കപ്പിൽ നോക്കിയത്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അയാളെ സാക്ക് ചെയ്യുന്നു, അയാൾ റയലിൻ്റെ കോച്ചാകുന്നു. പിന്നെ 14 കളി മാത്രം കഴിയുമ്പോൾ റയലിന് പുറത്താകുന്നു. സാന്റിയാഗോ സൊളാരി 32 ഗെയിമുകളിൽ റയലിൻ്റെ കോച്ചായിട്ടുണ്ട്. പലപ്പോഴും ഇൻട്രിം കോച്ച് സ്ഥാനത്തേക്കാണ് അദ്ദേഹം വരാറുള്ളത്. സാബി അലോൺസോ ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. 34 മത്സരങ്ങളാണ് അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, ഇത് അവസാനമായി സംഭവിക്കുന്നതുമായിരിക്കില്ല. സാബിക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ നീണ്ടു നിവർന്ന് കിടപ്പാണ്. വീണ്ടും മികച്ച കോച്ച് എന്ന പേരെടുക്കാൻ കഴിയാവുന്നതുമാണ്. ലെവർക്യൂസനിൽ അദ്ദേഹം അതിൻ്റെ അടിത്തറയിട്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.